കോഴിക്കോട് പുറമേരിയിൽ സ്കൂട്ടറിനുള്ളിൽ പാമ്പുമായി യുവാവ് സഞ്ചരിച്ചത് കിലോമീറ്ററോളം. അൻഫസ് എന്ന യുവാവാണ് സ്കൂട്ടറിൽ ഒരു പാമ്പിനെയും കയറ്റി സഞ്ചരിച്ചത്. സ്വന്തമായി കയറ്റിയതല്ല, പാമ്പ് അവിടെ കയറി ഇരുന്നതാണ്. പാമ്പിൻ്റെ കടിയേൽക്കാതെ യുവാവ് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത. അപ്പോൾ കണ്ടില്ലേ ഇരിക്കുന്നവൻ, ഒരു കുഴപ്പമില്ല. അജി കുഞ്ഞുമോൻ കോഴിക്കോട് നിന്ന് പാമ്പിൻ്റെ കഥയുമായി നമുക്കൊപ്പം ചേരുന്നു. പറയൂ അജി കുഞ്ഞുമോൻ, എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ആദ്യം പറയൂ. ഗുഡ് മോർണിംഗ്. ഈ അൻഫസ് എന്ന യുവാവാണ് രക്ഷപ്പെട്ടത്. അതിൻ്റെ ഈ അൻഫസ് പുറമേരിയിലെ വീട്ടിൽ നിന്നും ബന്ധുവിൻ്റെ വീട്ടിലേക്ക് സന്ദർശനം നടത്തി. അവിടെ നിന്നും തിരികെ വരുന്ന വഴി നാദാപുരത്ത് വെച്ച്, ഈ നാദാപുരം പോലീസ് സ്റ്റേഷൻ സമീപത്ത് വെച്ച് കയ്യിലേക്ക് എന്തോ ഇഴയുന്നത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടു. അന്നേരം വാഹനം നിർത്തുകയാണ്. അപ്പോഴാണ് ഈ പാമ്പിനെ, സ്കൂട്ടറിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്ന പാമ്പിനെ അൻഫസ് കാണുന്നത്. ഈ സ്കൂട്ടറിൻ്റെ ഹാൻഡിലിൻ്റെ ഭാഗത്താണ് പാമ്പിനെ കണ്ടത്. പിന്നീട് ഈ വർക്ക്ഷോപ്പ് ജീവനക്കാരുടെ സഹായത്തോടെയാണ് ഈ പാമ്പിനെ ഈ അൻഫസ് പുറത്തെടുത്തത്. ഏതായാലും ഈ അൻഫസ് പേടി കൂടാതെയാണ് പിന്നീടുള്ള യാത്രയൊക്കെ ചെയ്തത്. അതായത് കുറേ നേരം, അതായത് പുറമേരിയിൽ നിന്ന് നാദാപുരം വരെ ഏകദേശം 5 കിലോമീറ്ററോളം ഉണ്ട്. ഈ 5 കിലോമീറ്ററോളം ഈ പാമ്പിനെയും വെച്ചുകൊണ്ടാണ് അൻഫസ് യാത്ര ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. എന്തായാലും അത്ഭുതകരമായി തന്നെയാണ് അൻഫസ് ഈ പാമ്പിൻ്റെ കടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. SKN എന്തായാലും അജി അൻപത്തിനെ നമ്മൾ അംഗീകരിക്കണം. പണ്ടൊരു സമയത്ത് ഇതുപോലെ ഒരു സൈക്കിളിൽ ഞാനിങ്ങനെ നാട്ടിലൂടെ ചവിട്ടി പോകുന്ന സമയത്ത് ഒരു സാധനം കയറി സൈക്കിളിൻ്റെ വീലിനകത്തൊരു കൊത്തി അതിൻ്റെ അകത്തായിപ്പോയി. അപ്പോൾ സംഭവം പ്രിയപ്പെട്ട പ്രേക്ഷകർ ആലോചിക്കണം, ഈ ഒരു പാമ്പാണ് എന്ന് നമ്മൾ കരുതിയിരിക്കുകയാണ്. ഈ സാധനം ഇങ്ങനെ ഈ വീല് കറങ്ങി മേളി വരുമ്പോൾ എത്തി നമ്മളെ കൊത്താൻ നോക്കുകയാണെ നമ്മൾ കാലങ്ങ് പൊക്കും. അപ്പോൾ ഇങ്ങനെ കുറേ ദൂരം നമ്മൾ പേടിച്ച് ഇത് ചെയ്തു. അവസാനം അത് വലിയ ചേരയായിരുന്നു. അത് കടിച്ചിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാനന്ന് പേടിച്ച് വേർത്തു പോയ സമയം ഞാൻ ഓർത്തുപോയി. ഈ പാമ്പുമായിട്ട് ഇയാൾ യാത്ര ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആശ്വാസം. പാമ്പിനെ സൂക്ഷിക്കുക, അതുപോലെ കുട്ടികൾ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ ഇഴജന്തുക്കൾ കയറാൻ സാധ്യതയുള്ള ഇടങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലൊക്കെ തന്നെ ലൈറ്റ് അടിച്ചൊക്കെ നോക്കണം. നമ്മുടെ മൊബൈൽ ഫോണുകളിലൊക്കെ തന്നെ ഇപ്പോൾ ലൈറ്റ് ഉണ്ടല്ലോ, ലൈറ്റൊക്കെ നോക്കി എല്ലാ രീതിയിലും ശ്രദ്ധിച്ചാൽ പാമ്പിൻ്റെ അതിക്രമങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. നമ്മളെക്കാളും ബുദ്ധി പാമ്പിനില്ലല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.